ഹായ് ഫ്രണ്ട്സ്, കളരിപ്പയറ്റ് ബാറ്റിൽ ഓഫ് മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ ഞങ്ങൾ പരിചയപ്പെടുത്തിയത് ആയുധങ്ങളെ പറ്റിയാണ്, കത്തിയും കുറുവടിയും. ഈ വീഡിയോയിൽ നമ്മൾ അവതരിപ്പിക്കാനായി പോകുന്നതും ഒരു ആയുധത്തെയാണ്, വെട്ടുകത്തി. കളരിപ്പയറ്റിൻ്റേതായിട്ടുള്ള നിരവധി ആയുധങ്ങളുണ്ടെങ്കിൽ തന്നെയും തെക്കൻ കളരി സമ്പ്രദായത്തിൽ കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിത്യോപയോഗ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ കൊണ്ടുള്ള ആക്രമണങ്ങളെ എങ്ങനെ നേരിടുക എന്നുള്ളതാണ്. കത്തി, കുറുവടി, വെട്ടുകത്തി ഇതൊക്കെയാണ്. അതുകൊണ്ടാണ് തെക്കൻ കളരി സമ്പ്രദായം കൂടുതലും ജനകീയമാകുന്നത് തന്നെ. സാധാരണ ഒന്ന് രണ്ട് വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാണ് ഇതിനെ കടന്ന് കയറി ഇങ്ങനെ പിടിക്കുക എന്നുള്ളത്. അതൊരിക്കലും പോസിബിൾ അല്ല. ഈ ആയുധത്തിന് നമുക്ക് പിടിക്കാൻ പറ്റുമായിരിക്കും. ഈ ആയുധത്തിന് നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ തന്നെയും ആ ആൾ എൻ്റെ രണ്ട് കൈ ഞാനോട് ഉപയോഗിച്ച് കഴിഞ്ഞ് ആ ഒരു നിമിഷം മതി ആളിനെ അടിക്കാം, ചവിട്ടാം, എന്തുവേണമെങ്കിലും ചെയ്യാം. എനിക്കിത് വിട്ടിട്ട് പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. വിടുന്ന നിമിഷം അടുത്ത വീണ്ടും വന്ന് കൊള്ളുകയും ചെയ്യും. അപ്പോൾ പിന്നെ കടന്ന് പിടിക്കുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ്. അതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ നമുക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഒഴിവ്. വെട്ടുകത്തി പയറ്റിൽ ഒഴിവിനാണ് പ്രാധാന്യം. ഒഴിവിനും അമർത്തിനും. അമർത്തെന്ന് പറയുമ്പോൾ ഒരു കൈയല്ല. അടിക്കോ, നമ്മൾ സാധാരണ പോലത്തെ ഇങ്ങനത്തെ അമർത്തൊന്നും ഇവിടെ നടക്കില്ല. ഈ അമർത്തില്ല. ഈ ഫ്രണ്ടിലോട്ടുള്ള ഈ അമർത്തും ഇത് അമർത്തി കഴിഞ്ഞാലും കാര്യമൊന്നുമില്ല, ഇതിങ്ങ് വന്ന് കൊള്ളും. അപ്പോൾ ഒരു കൈയല്ല ഇവിടെ അമർത്ത്. ശരിക്കും പറഞ്ഞാൽ അമർത്ത് രണ്ട് കൈ. അതുമാതിരി ഇത് വരുന്ന ഫോഴ്സിൽ വെട്ടുകത്തിക്ക് ഈ വരുന്ന ഫോഴ്സിനെ എങ്ങനെ വരുന്നോ ഇതിനെ അങ്ങനെ തന്നെ പറഞ്ഞു വിടുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഒഴിവും അത് അമർത്തെന്ന് പറയുമ്പോൾ അത് എങ്ങനെ വരുന്നോ അങ്ങോട്ട് തന്നെ അതിനെ പറഞ്ഞു വിടുകയാണ്. ഇനി ആ കൈയെയും ആ ആയുധത്തിനെയും നമ്മളങ്ങ് വിടുവാണ്. വിട്ടിട്ട് നമ്മൾ ശ്രദ്ധിക്കാവുന്നത് ആ ആളിൻ്റെ തലയുണ്ട്, കഴുത്തുണ്ട്, മറ്റേ കൈയുണ്ട്, കാലുണ്ട്. ഈ ഒരു ഭാഗത്തിനെ മാത്രം വിട്ടിട്ട്, ഈ ഒരു കൈയും അത് പിടിച്ചിരിക്കുന്ന ആയുധത്തിനെയും മാത്രം വിട്ടിട്ട് ബാക്കിയുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തിനെ ആയിരിക്കും നമ്മൾ ആക്രമിക്കുക. ഒഴിവിൽ കൂടി ഒരാക്രമണം. അതാണ് വെട്ടുകത്തി പയറ്റിൽ പ്രാക്ടിക്കലായിട്ടുള്ളത്. ഒന്ന് അടിക്കും. ഈ ചവിട്ടിക്കളയാൻ പറ്റില്ല എന്ന് പറയാം. ചവിട്ടിക്കളയാൻ പറ്റും, ചവിട്ടിക്കളയാൻ പറ്റുന്ന കാര്യമാണ്. പക്ഷേ ആളിന് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ചവിട്ടുന്ന ആളിന് അത്ര എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. കാരണം എവിടെ ചവിട്ടണം? റെസ്റ്റിൽ ചവിട്ടണം. ഇവിടെ ചവിട്ടണം. ഇവിടെ ചവിട്ടണം. ഇവിടെ ചവിട്ടരുത് ഒരിക്കലും. ഇവിടെ ചവിട്ടിക്കഴിഞ്ഞാൽ ഇത് നേരെ കറങ്ങി പോരും. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഇതിനെ അങ്ങോട്ടാണ് ചവിട്ട്. ഇവിടെ നിന്ന് ഇങ്ങനെയാണ് ചവിട്ട് വരേണ്ടത്. അത്രയും കാഴ്ചശക്തി ഉണ്ടായിരിക്കണം, വേഗതയുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ അത് കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം അതങ്ങ് വിട്ടിട്ട് ബാക്കിയുള്ളത് നോക്കാം. ഒന്നടിക്കും. നേരത്തെ പറഞ്ഞു ഒരു കൈ കൊണ്ട് അമർത്താൻ പാടില്ല, രണ്ട് കൈയാണ്. രണ്ട് കൈ കൊണ്ട് അമർത്തുമ്പോഴത്തേക്ക് തന്നെ രണ്ട് കൈയും രണ്ട് സ്ഥലങ്ങളിലല്ല, രണ്ട് കൈ ഒരിടത്ത് തന്നെ വരണം. മുട്ടിനും ഷോൾഡറിനും, ഇത് നമ്മൾ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മുട്ടിനും ഷോൾഡറിനും ഇടയിലാണ് നമ്മൾ അമർത്തേണ്ടത്. കൈ എങ്ങനെ രണ്ട് കൈ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എങ്ങനെയാണ്? ഇങ്ങനെയല്ല കൈ രണ്ടും വരേണ്ടത്. വിരലകത്ത് വരരുത്, വിരലകത്ത് വരാൻ പാടില്ല. വിരൽ രണ്ടും സമമായിട്ടിരിക്കാൻ പാടില്ല. വിരൽ രണ്ടും പുറത്ത് വരണം. ഇങ്ങനെ വരണം. കൈ മാത്രമേ അകത്ത് പാടുള്ളൂ. ഒന്നടിക്കും. ഇത് നേരെ ഇതാണ് പിടി. കൈ രണ്ടും തള്ളവിരൽ ഇങ്ങനെ പുറത്തിരിക്കണം. ഇതാണ് അടി. ഇങ്ങനെ വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം, നമ്മൾ ആ വരുന്ന വേഗതയിൽ നമ്മളിത് എടുത്ത് കുത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിരലകത്തായി പോകണമെങ്കിൽ, അല്ലെങ്കിൽ ഇയാളുടെ കൈ വരത്തിൽ താമസിച്ചാൽ, അല്ലെങ്കിൽ ഇയാളുടെ കൈയുടെ ഡയറക്ഷൻ വ്യത്യാസമാണെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഈ വിരൽ കുത്തി ഇത് തന്നെ നമ്മൾ വീഴാനുള്ള ഏറ്റവും വലിയ കാരണവും. നമ്മുടെ ഈ വിരൽ തന്നെ കുത്തി മടങ്ങിപ്പോവും. അപ്പോൾ അത്രയും ശക്തിയാണ് ആ ആളുടെ കൈക്ക് ശക്തിയാണ്, നമ്മുടെ കൈക്ക് ശക്തിയാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കൈയുടെയും തള്ളവിരൽ പുറത്ത് പിടിച്ചിട്ട് ഉള്ളം കൈ മാത്രം പിടിച്ചിട്ടാണ് അമർത്താൻ. അടിക്കും. നമ്മൾ നേരെ ഇതാണ് അമർത്ത്. ഇവിടെ നേരെ ഈ അമർത്താം. ഇനി അവിടെ നിന്ന് വരാനായിട്ട് ഇത്തിരി സമയം കൊടുക്കും. അതെ, കറക്റ്റാണ്. കാലെടുത്തും ഇട്ട് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാമോ? അടുത്ത് വരൂ. ഇട്ട് കഴിഞ്ഞിട്ട് ഈ രണ്ട് കൈയുടെയും ഈ അസ്ഥി ഉണ്ടല്ലോ, ഈ രണ്ട് അസ്ഥി, വലിയ അസ്ഥിയുടെ പലക അസ്ഥിയുടെ അകത്തോട്ട്, ഈ കൈയുടെ അകത്തോട്ടും ആ കൈയുടെ അകത്തോട്ടും, ഇവിടെ നിന്ന് അങ്ങോട്ടും ഒരു വെട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു വെട്ട്. ഇനി ഇത് കഴിയുമ്പോൾ തന്നെ അയാളുടെ കൈ തളർന്ന് തറയിൽ വീഴും. മുടി പിടിച്ചിട്ട് ഈ ചെവിക്കകത്ത് കൈക്ക് ഒരു അടി അടിച്ചങ്ങ് ഇട്ടെടുത്ത് കഴിഞ്ഞാൽ തീർന്നു. അല്ല, നമ്മൾ ഈ വെട്ടുകത്തി
മുമ്പൊരിക്കൽ ഒരാൾ ചോദിച്ചു അത് ആ വെട്ട് കത്തി വെച്ചെങ്കിൽ തിരിച്ച് വെട്ടിക്കൂടെയെന്ന് കേട്ടു. എന്നിട്ട് പിന്നെ നമ്മൾ ജയിലിൽ പോയി കിടക്കണ്ടേ? ഇതാകുമ്പോൾ ആ പ്രശ്നമില്ലല്ലോ. എന്തായാലും നമ്മൾ വീടെത്തുന്നവരെ അയാൾ അവിടെ നിന്ന് എണീക്കത്തില്ല, ഉറപ്പാണ്. ആടാ ഇത്രയും അങ്ങ് പോയില്ല. അവിടെ നിന്ന് തിരിച്ചറിയാനായിട്ട് എത്ര സമയം എടുക്കും? അത്ര സമയം വേണ്ട നമുക്ക് ഈ കാലെടുത്തോണ്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് തന്നെ അങ്ങ് പോയാൽ മതി, പുറകിലോട്ട് പോവാതെ ആ ശക്തിക്ക് തന്നെ ഒട്ടിക്ക് ഇത് കിട്ടും. ഇനി തിരിഞ്ഞ് വെട്ടുമ്പോൾ എവിടെ ചവിട്ടണം? മടക്കി തന്നെ ചവിട്ടി കൊടുത്താൽ മതി. എന്തായാലും ഈ കൈ ഇവിടെ കഴിഞ്ഞിട്ട് ഇനി ഇങ്ങോട്ട് മടങ്ങൂല, ഇത് കഴിഞ്ഞിട്ട് ഇനി കൈ ഇങ്ങോട്ട് മടങ്ങത്തില്ലല്ലോ. അപ്പോൾ കറക്റ്റ് ഇവിടെ ചവിട്ടി കൊടുത്തേ അങ്ങ് പോയിക്കോളും. തിരിഞ്ഞ് വെട്ടുമ്പോഴത്തേക്ക് കൈ മുഴുവനായിട്ട് നിവർത്തരുത്, ഒരു ഇച്ചിരി ഒരു 5% മിച്ചം വെച്ചേക്കണം, നിവർന്നാൽ പിടിയും. അപ്പോൾ അതുകൊണ്ട് നിവർത്തി അങ്ങ് വെട്ടരുത്, കുറച്ച് ഇങ്ങനെ മിച്ചം വെച്ചിരുന്നാൽ മതി. ഓക്കെ. പിന്നെ ആ കാലെടുക്കുന്നതിന് ശക്തി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിൽക്കാനായിട്ട് ശ്രമിക്കരുത്, അങ്ങ് വീഴാൻ തന്നെ ശ്രമിക്കുക. നിന്ന് കഴിഞ്ഞാലും അത് നമുക്ക് നടുവിന് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ കാല് വലിച്ചെടുക്കുന്ന ഫോഴ്സിൽ നമ്മളിൽ വീഴാതിരിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരിക്കലും ശ്രമിക്കരുത്. കാല് പോവുകയാണെങ്കിൽ കമ്മന്നങ്ങ് വീണോളണം, അതാണ് നല്ലത്. എങ്ങോട്ട് പോകുന്ന വെയിറ്റ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മൾ ബോഡി ബാലൻസ് ചെയ്യാൻ പഠിക്കണം. ഓക്കെ. കൃത്യമായിട്ട് കഴുത്ത് തന്നെ വെട്ടണം, നല്ല ശക്തിക്ക് വെട്ടണം, കഴുത്ത് തന്നെ വെട്ടണം, വേറെ എടുത്തും വെട്ടരുത്. വെട്ടി ഓക്കെ, കറക്റ്റാണ്. കണ്ടോ? ഇത് ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്ന്, ഇവിടെ ഇങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്ട്രൈക്ക് ചെയ്തിട്ട് ഈ കാലിനെടുത്തിടാം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇയാൾ അപ്പം തന്നെ ആ മുട്ട് തറയിലിടിച്ച് അങ്ങ് വീഴും, നിവരാനെടുത്ത സമയം എടുക്കും. ഇത് അങ്ങനെ ചെയ്യുമ്പോൾ വേറൊരു ഗുണം, നമുക്ക് ഈ കാല് മാക്സിമം മുന്നോട്ടിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റും. അപ്പോഴത്തേക്ക് ഈ വെട്ട് കറക്റ്റായിട്ട് ഇവിടെ കിട്ടും, രണ്ട് സൈഡ്. മറ്റേ നമ്മൾ പിറകിലായി പോയി എത്തി വെട്ടേണ്ടി വരും. ഈ അടിച്ച് കയറുമ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ നിൽക്കും. അപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്തും വെട്ടാൻ പറ്റും. പിടിച്ചിട്ട് ഉള്ളം കൈയുടെ ഈ കുഴിഭാഗം ചെവി പൊത്തി അങ്ങ് അടിച്ചേക്കണം. ഒരു ദാക്ഷിണ്യം വിചാരിക്കണ്ട. ആ സൗണ്ട് കേട്ടണ്ട. ഓക്കെ, അത്രയേ ഉള്ളൂ. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഒന്നുകൂടെ നോക്കിയോ, ആ അമർത്ത് എങ്ങനെയാണ്? കാഴ്ച തന്നെ വെട്ടും. ഓക്കെ, റൈറ്റ്. ഇത്രയും താന്നായിരിക്കും വെട്ട് വരിക. ഇങ്ങനെ ആയിരിക്കില്ല ഒരിക്കലും ഒരു ഓപ്പണൻറ്റ് നമ്മൾ വെട്ടുന്നത്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ ഒരു രീതി നമ്മളൊരു ഓപ്പണൻറ്റിന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. ഓപ്പണൻറ്റ് വെട്ടുമ്പോൾ എങ്ങനെയായാലും ഇങ്ങനെ തന്നെ വരുന്നത്. കൈ ഇവിടെയും വെട്ടുകത്തീരം മോനെ ഇവിടെയും ആയിരിക്കും ഇരിക്കുക. അപ്പോൾ നമ്മൾ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോഴും അതിന് മുന്നേ പ്രതികരിക്കണം. എന്താ വെട്ടും? അതുകൊണ്ട് അമർത്ത് മാത്രമായിട്ട് ഒരിക്കലും ട്രൈ ചെയ്യരുത്. അതിനെ കൂടെ ഒഴിവും കൂടെ വേണം. ഓക്കെ, റൈറ്റ്. ഇവിടെ നിന്നാണ് അമർത്ത് പോകാനായിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഒഴിവിലാണ് കാര്യം. ആ തട്ടിനും അമർത്തിനും ഇതിൽ വലിയ ജോലിയില്ല. നടക്കൂല, കിട്ടണമെന്നില്ല, ഒരിക്കലും കിട്ടൂല. കാര്യം വെയിറ്റ് ഉള്ളതുകൊണ്ട്. വെയിറ്റ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, വെയിറ്റ് ഉള്ളതുകൊണ്ട് ഒരിക്കലും നടക്കൂല. അപ്പോൾ ഈ ചുമട്ടിൽ സമനിലയിലാണ് നിൽക്കുന്നുണ്ടെങ്കിലും, കാല് മുന്നെയാണ് കിടക്കണമെന്നുണ്ടെങ്കിലും, കാല് പുറകിലാണ് കിടക്കുന്നുണ്ടെങ്കിലും, എങ്ങനെയായിരുന്നാലും ഒഴിവ് പ്രാധാന്യം. അപ്പോൾ കാല് മുന്നിലാണ് കിടക്കുന്നതെന്നുണ്ടെങ്കിൽ ഇച്ചിരി നമുക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ്. എങ്ങനെ? നമുക്ക് കൈ ഇവിടുന്ന് ഒഴിഞ്ഞ് ഇങ്ങ് ഇറങ്ങാനുള്ള സമയമുണ്ട്. കാല് സമനിലയിൽ കിടന്നാലും അതുപോലെ തന്നെ ഇറങ്ങാനുള്ള സമയമുണ്ട്. കാല് പുറകിൽ കിടന്നാൽ മാത്രമാണ് ബുദ്ധിമുട്ട്. അപ്പോൾ നമ്മൾ മുമ്പോട്ട് കയറി എടുക്കണം. ഈ നിൽക്കുന്നിടത്ത് മുമ്പോട്ട് കയറി എടുക്കുക, അത്രയുള്ള കാര്യം. ആ കയറി എടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ കയറി എടുത്ത് ആ തിരിച്ചുള്ള വെട്ട് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് അങ്ങ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പോവും. ഇതിനകത്ത് തന്നെ കൈയുടെ അകത്ത് തന്നെ കറക്റ്റായിട്ട് അടിച്ചു കഴിഞ്ഞാൽ അങ്ങ് പോവും. അപ്പോൾ അങ്ങനെ അടിക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം, ഇങ്ങനെ അടിക്കരുത്. മുളങ്കാല് ബ്ലോക്ക് ചെയ്ത് നിർത്തിക്കൊണ്ട് വേണം അടിക്കാനായിട്ട്. അഥവാ അതിൽ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ ഇവിടെ തട്ടി പൊയ്ക്കോണം കൈ. അവൻ്റെ കൈ ഇവിടെ നമ്മുടെ കാലിൽ തട്ടി അങ്ങ് നിന്നോണം. ഒന്ന് പതുക്കെ വെട്ടിക്കണം ഇവിടുന്ന്. ഇങ്ങനെ നിർത്താവും. ഇത് ബ്ലോക്ക് ആവണം. അഥവാ കൊണ്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമിങ് ഇച്ചിരി ലേറ്റായി പോയി കഴിഞ്ഞാലും ഇതിൽ നിൽക്കണം. യെസ്. അതുകൊണ്ട് അവിടെ ഒന്നര വെട്ട് തിരിച്ചുള്ള വെട്ടിട്ടു. അതുകൊണ്ട് ഒരിക്കലും ഇങ്ങനെ ചവിട്ടി കൊടുക്കരുത്, അതിങ്ങ് പോരും, നേരെ ഇങ്ങ് വരും. അപ്പോൾ ഈ ബ്ലോക്കിൽ നിന്ന് പോയുള്ള അടിയെ അടിക്കാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ കൂടി രേഖപ്പെടുത്തുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ
സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്തിരുന്നാൽ ഞങ്ങൾ ചെയ്തിരുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ഓടിത്തുന്നതായിരിക്കും. അപ്പോൾ ചെറിയൊരു ഇടവേള. ബൈ ബൈ.